ബംഗാളിന്റെ തലസ്ഥാനം മുർഷിദാബാദിൽ നിന്ന് മങ്കറിലേക്ക് മാറ്റിയത് ആര്? മീർ കാസിം. മീർ കാസിം നവാബായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഇടപെടലുകൾ കുറയ്ക്കുന്നതിനും ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തലസ്ഥാനം മുർഷിദാബാദിൽ നിന്ന് മങ്കറിലേക്ക് മാറ്റിയത്. ഇത് ബ്രിട്ടീഷ് സ്വാധീനത്തിൽ നിന്ന് അകന്നുനിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ബക്സർ യുദ്ധം നടന്നത് എന്ന് പ്രധാന പോരാളികൾ ആരൊക്കെയായിരുന്നു? 1764 ഒക്ടോബർ 22 ബ്രിട്ടീഷുകാരും മീർ കാസിം, ഔദിലെ ഷുജ ഉദ്ദൌള, മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സേനയും തമ്മിൽ. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധമായിരുന്നു ബക്സർ യുദ്ധം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി നേടിയ വിജയം ഇന്ത്യയിലെ അവരുടെ ഭരണം ഉറപ്പിക്കാൻ സഹായിച്ചു. ബ്രിട്ടീഷുകാരുടെ സൈനിക മേൽക്കോയ്മ ഈ യുദ്ധത്തിലൂടെ വ്യക്തമായി. ബക്സർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആര്? ഹെക്ടർ മൺറോ. മേജർ ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബക്സർ യുദ്ധത്തിൽ മീർ കാസിം, ഷാ ആലം രണ്ടാമൻ, ഷുജ ഉദ്ദൌള എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ വിജയം ബ്രിട്ടീഷുകാർക്ക് ബംഗാളിലും അതിനപ്പുറവും രാഷ്ട്രീയ മേൽക്കോയ്മ നൽകി. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ഉറപ്പിച്ച യുദ്ധം ഏത്? ബക്സർ യുദ്ധം. ബക്സർ യുദ്ധത്തിലെ വിജയം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ സാമ്പത്തിക, ഭരണപരമായ നിയന്ത്രണങ്ങൾ നേടിക്കൊടുത്തു. ഇത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. പ്ലാസി യുദ്ധത്തിനു ശേഷം കമ്പനിയുടെ രാഷ്ട്രീയ അധികാരം കൂടുതൽ ഉറപ്പിച്ചു. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ബംഗാളിൽ ദിവാൻ അധികാരം ലഭിച്ചത് എന്ന്? 1765 AD. 1765 ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാൻ അധികാരം, നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ലഭിച്ചു. ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ഇന്ത്യയിലെ അവരുടെ ഭരണപരമായ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബംഗാളിൽ ദ്വിഭരണം നിലനിന്നിരുന്ന കാലഘട്ടം ഏതാണ്? 1765 മുതൽ 1772 വരെ. ബംഗാളിൽ ദ്വിഭരണം ദിയാക്കി നിലനിന്നിരുന്നത് 1765 മുതൽ 1772 വരെയാണ്. ഈ ഭരണരീതിയിൽ ദിവാൻ അധികാരം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കും നിസാം അധികാരം ക്രമസമാധാനം നവാബിനുമായിരുന്നു. ഇത് വലിയ ഭരണപരമായ ആശയക്കുഴപ്പങ്ങൾക്കും ജനങ്ങളുടെ ദുരിതങ്ങൾക്കും വഴിയൊരുക്കി. ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആര്? അത് നിർത്തലാക്കിയത് ആര്? 1765 ലോർഡ് ക്ലൈവ് അവതരിപ്പിച്ചു. 1772 വാറൻ ഹേസ്റ്റിംഗ്സ് നിർത്തലാക്കി. ബംഗാളിലെ ദ്വിഭരണ സമ്പ്രദായം ലോർഡ് ക്ലൈവാണ് 1765 നടപ്പിലാക്കിയത്. കമ്പനിക്ക് ദിവാൻ അധികാരങ്ങളും നവാബിന് നാമമാത്രമായ ഭരണാധികാരങ്ങളും നൽകിയ ഈ സമ്പ്രദായം കാര്യക്ഷമമല്ലാത്തതും അഴിമതി നിറഞ്ഞതുമായിരുന്നു. പിന്നീട് വാറൻ ഹേസ്റ്റിംഗ്സ് 1772 ഇത് നിർത്തലാക്കുകയും ബംഗാൾ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തു. ബംഗാളിലെ താഴെ പറയുന്ന നവാബുമാരെ അവരുടെ ഭരണത്തിന്റെ കാലക്രമത്തിൽ ക്രമീകരിക്കുക: സിറാജ് ഉദ് ദൌള, അലിവർദി ഖാൻ, മുർഷിദ് കുലി ഖാൻ, മീർ കാസിം. മുർഷിദ് കുലി ഖാൻ 1717 മുതൽ 1727 വരെ, അലിവർദി ഖാൻ 1740 മുതൽ 1756 വരെ, സിറാജ് ഉദ് ദൌള 1756 മുതൽ 1757 വരെ, മീർ കാസിം 1760 മുതൽ 1763 വരെ. ബംഗാളിലെ പ്രധാന നവാബുമാരെ അവരുടെ ഭരണകാലഘട്ടമനുസരിച്ച് മനസ്സിലാക്കുന്നത് ഈ മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം എങ്ങനെ വികസിച്ചു എന്ന് പഠിക്കാൻ പ്രധാനമാണ്. മുർഷിദ് കുലി ഖാൻ ബംഗാളിലെ ആദ്യത്തെ സ്വതന്ത്ര നവാബായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്നവർ പ്ലാസി യുദ്ധത്തിനും ബക്സർ യുദ്ധത്തിനും സാക്ഷ്യം വഹിച്ചു. മൈസൂരിൽ വോഡയാർ രാജവംശം സ്ഥാപിതമായത് എന്ന്? 1399. 1399 യാദവ രാജാവായിരുന്ന യദുരായരാണ് വോഡയാർ രാജവംശം സ്ഥാപിച്ചത്. മൈസൂർ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ഈ രാജവംശം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ഭരണത്തിനു ശേഷവും ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ മൈസൂരിൽ ഈ രാജവംശം തുടർന്നു. ഹൈദർ അലി എപ്പോഴാണ് മൈസൂരിന്റെ ഭരണാധികാരിയായത്? 1761. ഹൈദർ അലി 1761 മൈസൂരിലെ യഥാർത്ഥ ഭരണാധികാരിയായി അധികാരമേറ്റെടുത്തു.
ഇത് അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയും ഭരണപരമായ കഴിവുകളും മൈസൂർ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിന് കാരണമായി. പോർട്ടോ നോവോ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഹൈദർ അലി ഏത് യുദ്ധത്തിലാണ് മരിച്ചത്? രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം. 1780 മുതൽ 1784 വരെ കാലഘട്ടത്തിൽ നടന്ന രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടെയാണ് ഹൈദർ അലി മരിച്ചത്. 1781 പോർട്ടോ നോവോ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആരായിരുന്നു വിജയി? ഹൈദർ അലി. 1767 മുതൽ 1769 വരെ കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദർ അലി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. മദ്രാസ് ഉടമ്പടിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. മൈസൂരിന്റെ ഭരണാധികാരിയായി ഹൈദർ അലിയുടെ പിൻഗാമി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ. ഹൈദർ അലിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ 1782 മൈസൂരിന്റെ ഭരണാധികാരിയായി സ്ഥാനമേറ്റു. മൈസൂർ രാജ്യത്തെ വികസിപ്പിക്കുന്നതിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ടിപ്പു സുൽത്താൻ എന്നാണ് ജനിച്ചത്? 1750. മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ 1750 നവംബർ 20 ദേവനഹള്ളിയിൽ ജനിച്ചു. ഹൈദർ അലിയുടെയും ഫക്രുൺ നിസയുടെയും മകനായിരുന്നു അദ്ദേഹം. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ കീഴടക്കിയ പ്രദേശങ്ങൾ കൈമാറാൻ ഇടയാക്കിയ ഉടമ്പടി ഏതാണ്? മംഗലാപുരം ഉടമ്പടി. 1784 ഒപ്പുവെച്ച മംഗലാപുരം ഉടമ്പടി രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചു. ഈ ഉടമ്പടി പ്രകാരം ഇരുപക്ഷവും യുദ്ധത്തിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ തിരികെ നൽകാൻ ധാരണയായി. 1787 ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പദവി എന്തായിരുന്നു? പാദുഷാ. 1787 ടിപ്പു സുൽത്താൻ പാദുഷാ എന്ന വിശേഷണം സ്വീകരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണപരമായ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഏത് ഉടമ്പടിയാണ് ടിപ്പു സുൽത്താന് തന്റെ രാജ്യത്തിന്റെ പകുതിയോളം ഭാഗം ബ്രിട്ടീഷുകാർക്ക് കൈമാറാനിടയാക്കിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ആഡ് 1792. 1792 ഒപ്പുവെച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. ഈ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താന് തന്റെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ബ്രിട്ടീഷുകാർക്കും അവരുടെ സഖ്യകക്ഷികൾക്കും വിട്ടുകൊടുക്കേണ്ടി വന്നു. ഏത് ഇന്ത്യൻ ഭരണാധികാരിയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിക്കുകയും ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്തത്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ എപ്പോൾ എവിടെ വെച്ച് മരിച്ചു? 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച്. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ടിപ്പു സുൽത്താൻ 1799 മെയ് 4 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം കോട്ട സംരക്ഷിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ മരണം മൈസൂർ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ അവയുടെ കരാറുകളുമായും പ്രധാന ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരുമായും ചേരുംപടി ചേർക്കുക. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. മദ്രാസ് ഉടമ്പടി 1769. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ. വാറൻ ഹേസ്റ്റിംഗ്സ്. മംഗലാപുരം ഉടമ്പടി 1784. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790 മുതൽ 1792 വരെ. ലോർഡ് കോൺവാലിസ്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. ലോർഡ് വെല്ലസ്ലി. ഉടമ്പടിയില്ല. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന ബ്രിട്ടീഷ് മൈസൂർ സംഘർഷങ്ങളായിരുന്നു. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഈ യുദ്ധങ്ങൾ മദ്രാസ്, മംഗലാപുരം, ശ്രീരംഗപട്ടണം ഉടമ്പടികളാൽ അവസാനിച്ചു. നാലാം യുദ്ധത്തിൽ ടിപ്പുവിന്റെ മരണത്തോടെ മൈസൂർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ അമിതമായി ശക്തരാക്കാതെ നമ്മളുടെ ശത്രുക്കളെ നമ്മൾ ഫലപ്രദമായി തളർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ലോർഡ് കോൺവാലിസ്.
മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനുശേഷം 1792 ഒപ്പുവെച്ച ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ടിപ്പു സുൽത്താന് തന്റെ രാജ്യത്തിന്റെ പകുതിയും വൻതുകയും നഷ്ടമായി. ഈ ഉടമ്പടി ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ചതായി ലോർഡ് കോൺവാലിസ് വിലയിരുത്തി. ആരുടെ നേതൃത്വത്തിലാണ് പേഷ്വാമാർ പുതിയ മറാഠാ സാമ്രാജ്യത്തിന്റെ പ്രചാരകരായി ഉയർന്നുവന്നത്? ഷാഹു. ഛത്രപതി ശിവജിയുടെ ചെറുമകനായ ഷാഹുവിന്റെ ഭരണകാലത്താണ് മറാഠാ സാമ്രാജ്യത്തിൽ പേഷ്വാമാർക്ക് വലിയ അധികാരം ലഭിച്ചത്. ഷാഹു ബാലാജി വിശ്വനാഥിനെ ആദ്യത്തെ യഥാർത്ഥ പേഷ്വയായി നിയമിക്കുകയും പിന്നീട് പേഷ്വാമാർ മറാഠാ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരികളായി മാറുകയും ചെയ്തു. 1713 ബാലാജി വിശ്വനാഥിനെ പേഷ്വയായി നിയമിച്ചത് ആരാണ്? ഷാഹു. ഛത്രപതി ഷാഹുവാണ് ബാലാജി വിശ്വനാഥിനെ 1713 പേഷ്വയായി നിയമിച്ചത്. ഈ നിയമനം മറാഠാ സാമ്രാജ്യത്തിൽ പേഷ്വാമാരുടെ അധികാരം വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് ഒരു പാരമ്പര്യ പദവിയായി മാറാൻ കാരണമാകുകയും ചെയ്തു. മറാഠാ സാമ്രാജ്യത്തിന്റെ രണ്ടാം സ്ഥാപകൻ എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥിനെ മറാഠാ സാമ്രാജ്യത്തിന്റെ രണ്ടാം സ്ഥാപകനായി കണക്കാക്കുന്നു. ഛത്രപതി ഷാഹുവിന്റെ കീഴിൽ പേഷ്വയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം മറാഠാ സാമ്രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവുമായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഏതു പേഷ്വയുടെ കാലത്താണ് പേഷ്വാ പദവി ഫലത്തിൽ പാരമ്പര്യമായി മാറിയത്? ബാലാജി വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ മകൻ പിൻഗാമിയായി വന്നതുകൊണ്ട്. ബാലാജി വിശ്വനാഥിന്റെ കാലത്താണ് പേഷ്വാ പദവി ഒരു പാരമ്പര്യ തസ്തികയായി മാറിയത്. അദ്ദേഹത്തിന് ശേഷം മകൻ ബാജിറാവു ഒന്നാമൻ പേഷ്വയായി സ്ഥാനമേറ്റത് ഈ പ്രവണത ഉറപ്പിച്ചു. ഇത് മറാഠാ സാമ്രാജ്യത്തിൽ ഛത്രപതിയുടെ അധികാരം കുറക്കുകയും പേഷ്വാമാരുടെ ഭരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1720 ബാലാജി വിശ്വനാഥിന് ശേഷം പേഷ്വയായി വന്നത് ആരാണ്? ബാജിറാവു ഒന്നാമൻ. 1720 പിതാവ് ബാലാജി വിശ്വനാഥിന് ശേഷം ബാജിറാവു ഒന്നാമൻ പേഷ്വയായി സ്ഥാനമേറ്റു. ഇദ്ദേഹം മറാഠാ സാമ്രാജ്യത്തെ ഇന്ത്യയിലെ പ്രബല ശക്തികളിലൊന്നായി മാറ്റുകയും ഹിന്ദു പാത്ഷാഹി എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹിന്ദു പാത്ഷാഹി എന്ന ആശയം പ്രചരിപ്പിച്ച പേഷ്വ ആരാണ്? ബാജിറാവു ഒന്നാമൻ. ബാജിറാവു ഒന്നാമൻ ഹിന്ദു പാത്ഷാഹി എന്ന ആശയം സജീവമായി പ്രചരിപ്പിച്ചു. ഇത് ഇന്ത്യയിലെ വിവിധ ഹൈന്ദവ ഭരണാധികാരികളെ ഒന്നിപ്പിച്ച് ഒരു വലിയ മറാഠാ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പാൽക്കേത യുദ്ധം 1728 ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത്? ബാജിറാവു ഒന്നാമനും നിസാമുൽ മുൽക്കും. 1728 ബാജിറാവു ഒന്നാമനും ഹൈദരാബാദിലെ നിസാമുൽ മുൽക്കും തമ്മിലാണ് പാൽക്കേത യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ മറാഠാ സൈന്യം വിജയിക്കുകയും ഡെക്കാനിലെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഡൽഹി ആക്രമിച്ച ആദ്യത്തെ പേഷ്വ ആരാണ്? ബാജിറാവു ഒന്നാമൻ. ബാജിറാവു ഒന്നാമനാണ് ഡൽഹി ആക്രമിച്ച ആദ്യത്തെ പേഷ്വ. 1737 നടന്ന ഈ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയും മറാഠാ ശക്തിയുടെ വളർച്ചയും വ്യക്തമാക്കുന്ന ഒരു സുപ്രധാന സംഭവമായിരുന്നു. ബാജിറാവു ഒന്നാമനു ശേഷം പേഷ്വയായത് ആര്? ബാലാജി ബാജിറാവു. ബാജിറാവു ഒന്നാമന്റെ പിൻഗാമിയായി പേഷ്വാ പദവിയിലെത്തിയ ബാലാജി ബാജിറാവു നാനാസാഹിബ് എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മറാഠാ സാമ്രാജ്യം ഏറ്റവുമധികം വികസിച്ചത്. പേഷ്വമാർക്ക് എല്ലാ അധികാരങ്ങളും ഉറപ്പാക്കുകയും അവരെ മറാഠാ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരികളാക്കുകയും ചെയ്ത ഉടമ്പടിയേത്? സാങ്കോള ഉടമ്പടി 1750. 1750 സാങ്കോള ഉടമ്പടി മറാഠാ സാമ്രാജ്യത്തിൽ പേഷ്വമാരുടെ സ്ഥാനം ശക്തിപ്പെടുത്തി. ഇത് ഛത്രപതിയുടെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും പേഷ്വമാരെ സാമ്രാജ്യത്തിന്റെ പ്രായോഗിക ഭരണാധികാരികളാക്കുകയും ചെയ്തു. ആരുടെ ഭരണകാലത്താണ് മറാഠാ സാമ്രാജ്യം ഏറ്റവുമധികം വികസിച്ചത്? ബാലാജി ബാജിറാവു. ബാലാജി ബാജിറാവുവിന്റെ നാനാസാഹിബ് ഭരണകാലത്ത് 1740 മുതൽ 1761 വരെ മറാഠാ സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിലെത്തി. അദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങളിലൂടെ സാമ്രാജ്യം ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. പേഷ്വ ബാലാജി ബാജിറാവു മറ്റേതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നാനാസാഹിബ്.
ബാലാജി ബാജിറാവുവിനെ പൊതുവായി നാനാസാഹിബ് എന്നാണ് വിളിച്ചിരുന്നത്. മറാഠ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് ആരെല്ലാം തമ്മിലായിരുന്നു നടന്നത്? 1761 ജനുവരി 14 മറാഠകളും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ. 1761 ജനുവരി 14 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധം മറാഠ ശക്തിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അഫ്ഗാൻ സൈന്യവും അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിൽ മറാഠകളെ തോൽപ്പിക്കുകയായിരുന്നു. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാഠകളെ നയിച്ചത് ആരായിരുന്നു? സദാശിവറാവു ബാവു. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാഠ സൈന്യത്തെ നയിച്ചത് സദാശിവറാവു ബാവു ആയിരുന്നു. ഈ യുദ്ധത്തിൽ മറാഠകൾക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നു. ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്സ്. ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധം 1775 മുതൽ 1782 വരെ നടന്നത് വാറൻ ഹേസ്റ്റിംഗ്സ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ്. സാൽബായ ഉടമ്പടിയോടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി. രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം 1803 മുതൽ 1805 വരെ നടന്നത് ലോർഡ് വെല്ലസ്ലി ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ്. മറാഠ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ ഈ യുദ്ധം കാരണമായി. മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ഹേസ്റ്റിംഗ്സ്. മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധം 1817 മുതൽ 1818 വരെ നടന്നത് ലോർഡ് ഹേസ്റ്റിംഗ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ്. ഈ യുദ്ധത്തോടെ മറാഠ സാമ്രാജ്യം പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിനുശേഷം പേഷ്വയായത് ആര്? മാധവറാവു ഒന്നാമൻ. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിലെ തോൽവിശേഷം മറാഠ സാമ്രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ മാധവറാവു ഒന്നാമൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മറാഠ ശക്തിക്ക് ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിനുശേഷം മറാത്തകളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിച്ച പേഷ്വ ആര്? മാധവറാവു ഒന്നാമൻ. മാധവറാവു ഒന്നാമൻ, മാധവറാവു ബല്ലാൽ മൂന്നാം പാനിപ്പത്ത് യുദ്ധാനന്തരം മറാത്ത സാമ്രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം പുനഃസ്ഥാപിക്കാൻ അക്ഷീണം പ്രയത്നിച്ച പേഷ്വയായിരുന്നു. ഇദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക, സൈനിക നില മെച്ചപ്പെടുത്തുകയും മറാത്ത സഖ്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പേഷ്വ നാരായണറാവുവിനെ കൊന്നതാര്? അദ്ദേഹത്തിന്റെ അമ്മാവൻ രഘുനാഥറാവു. പേഷ്വ നാരായണറാവുവിനെ വധിച്ചത് അദ്ദേഹത്തിന്റെ അമ്മാവനായ രഘുനാഥറാവു ആയിരുന്നു. അധികാരം പിടിച്ചെടുക്കാനുള്ള രഘുനാഥറാവുവിന്റെ ആഗ്രഹമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംഭവം മറാത്ത രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. രഘുനാഥറാവുവിന് ശേഷം ബ്രിട്ടീഷ് ഇടപെടലോടെ പേഷ്വയായി നിയമിതനായത് ആര്? മാധവറാവു നാരായൺ. രഘുനാഥറാവുവിനു ശേഷം ബ്രിട്ടീഷ് സഹായത്തോടെ പേഷ്വയായി നിയമിതനായത് മാധവറാവു നാരായണായിരുന്നു. ഇദ്ദേഹം നാരായണറാവുവിന്റെ പുത്രനായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ താൽപര്യങ്ങൾ മറാത്ത രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ഇത് അടയാളപ്പെടുത്തി. പേഷ്വ മാധവറാവു നാരായണന്റെ പ്രായപൂർത്തിയാകാത്ത കാലത്ത് മറാത്ത സംസ്ഥാനം ഭരിച്ചത് ഏത് കൗൺസിലാണ്? ബാർബായ കൗൺസിൽ. പേഷ്വ മാധവറാവു നാരായണൻ പ്രായപൂർത്തിയാകാതിരുന്ന കാലഘട്ടത്തിൽ ഭരണം നടത്തിയത് ബാർബായ കൗൺസിൽ എന്ന പേരിലറിയപ്പെടുന്ന 12 അംഗങ്ങളുള്ള ഒരു റീജൻസി കൗൺസിൽ ആയിരുന്നു. ഇത് മറാത്ത രാജ്യത്ത് അധികാര സന്തുലനം നിലനിർത്താൻ സഹായിച്ചു. ബാർബായ കൗൺസിലിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? മഹാദാജി സിന്ധ്യയും നാനാ ഫഡ്നാവിസും. ബാർബായ കൗൺസിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ മഹാദാജി സിന്ധ്യയും നാനാ ഫഡ്നാവിസുമായിരുന്നു. നാനാ ഫഡ്നാവിസ് കാര്യക്ഷമമായ ഭരണാധികാരിയായിരുന്നെങ്കിൽ മഹാദാജി സിന്ധ്യ പ്രമുഖ സൈനിക നേതാവും നയതന്ത്രജ്ഞനുമായിരുന്നു. ഇവർ മറാത്ത രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആരുടെ ഭരണകാലത്താണ് നടന്നത്? മാധവറാവു നാരായൺ. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് പേഷ്വ മാധവറാവു നാരായണന്റെ ഭരണകാലത്താണ് 1775 മുതൽ 1782 വരെ. ഈ യുദ്ധം ബ്രിട്ടീഷുകാരും മറാത്ത സഖ്യവും തമ്മിൽ നടന്ന ആദ്യത്തെ വലിയ ഏറ്റുമുട്ടലായിരുന്നു. മറാത്ത രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതാണ് യുദ്ധത്തിന് കാരണമായത്.
മറാത്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ പേഷ്വ ആരായിരുന്നു? ബാജിറാവു രണ്ടാമൻ. ബാജിറാവു രണ്ടാമനായിരുന്നു മറാത്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ പേഷ്വ. 1818-ൽ നടന്ന മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലെ ബ്രിട്ടീഷ് വിജയത്തെ തുടർന്ന് പേഷ്വ പദവി നിർത്തലാക്കി. ഇതോടെ മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് അംഗീകരിച്ച ആദ്യത്തെ മറാത്ത നേതാവ് ആരായിരുന്നു? ബാജിറാവു രണ്ടാമൻ. പേഷ്വ ബാജിറാവു രണ്ടാമനാണ് 1802-ൽ ബസ്സെയിൻ ഉടമ്പടിയിലൂടെ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് അംഗീകരിച്ച ആദ്യത്തെ മറാത്ത നേതാവ്. ഇത് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സംരക്ഷണം നൽകിയെങ്കിലും മറാത്ത സാമ്രാജ്യത്തിന്റെ പരമാധികാരം നഷ്ടപ്പെടാൻ ഇത് കാരണമായി. ഏത് ഉടമ്പടിയാണ് രഘുനാഥറാവുവിനുള്ള പിന്തുണ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി പിൻവലിക്കുന്നതിലേക്ക് നയിച്ചത്? പുരന്ദർ ഉടമ്പടി 1776. 1776-ൽ ഒപ്പുവെച്ച പുരന്ദർ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി രഘുനാഥറാവുവിനുള്ള പിന്തുണ പിൻവലിച്ചത്. ഈ ഉടമ്പടി ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ നയത്തിലെ മാറ്റം സൂചിപ്പിക്കുന്നു. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം എന്നാണ് അവസാനിച്ചത്. ഏത് ഉടമ്പടി പ്രകാരമാണ്? 1782-ൽ സാൽബായ് ഉടമ്പടി പ്രകാരം. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1782-ൽ സാൽബായ് ഉടമ്പടിയോടെയാണ് അവസാനിച്ചത്. ഈ ഉടമ്പടി ബ്രിട്ടീഷുകാർക്കും മറാത്തകൾക്കുമിടയിൽ 20 വർഷത്തോളം സമാധാനം കൊണ്ടുവന്നു. ഇത് ഇരുപക്ഷത്തെയും സൈനികപരമായി താൽക്കാലികമായി സന്തുലിതമാക്കി. സാൽബായ് ഉടമ്പടി ഒപ്പുവെക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? മഹാദാജി ഷിൻഡെ. 1782-ൽ ഒപ്പുവെച്ച സാൽബായ് ഉടമ്പടി ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധം അവസാനിപ്പിച്ചു. മഹാദാജി ഷിൻഡെ ഈ ഉടമ്പടിയിലെ പ്രധാന മധ്യസ്ഥനും സംരക്ഷകനുമായിരുന്നു. ഇത് മറാഠകൾക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ 2 ദശാബ്ദത്തോളം സമാധാനം നിലനിർത്താൻ സഹായിച്ചു. രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം നടന്നത് എപ്പോഴാണ്? 1803 മുതൽ 1805 വരെ. 1803 മുതൽ 1805 വരെ നടന്ന രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം മറാഠ സാമ്രാജ്യത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര കലഹങ്ങളുടെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിന്റെയും ഫലമായിരുന്നു. ഇത് മറാഠ ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായി. രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച മറാഠ വിഭാഗം ഏതാണ്? ഭോസ്ലെ, നാഗ്പൂർ. നാഗ്പൂരിലെ ഭോസ്ലെ വിഭാഗം വെല്ലസ്ലി പ്രഭുവിന്റെ കീഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധത്തിൽ പ്രധാനമായും പോരാടി. അസൈ, അർഗാവ് തുടങ്ങിയ യുദ്ധങ്ങളിൽ അവർക്ക് നിർണായകമായ പരാജയങ്ങൾ നേരിട്ടു. ഹോൾക്കറുമായി രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ബ്രിട്ടീഷുകാർക്കുവേണ്ടി അത് ഒപ്പിട്ടത് ആരാണ്? രാജ്പൂർഘട്ട് ഉടമ്പടി 1806 ജനുവരി താൽക്കാലിക ഗവർണർ ജനറൽ ജോർജ് ബാറോ ഒപ്പിട്ടു. 1806 ജനുവരിയിൽ ഒപ്പുവെച്ച രാജ്പൂർഘട്ട് ഉടമ്പടി രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധത്തിൽ ഹോൾക്കർമാരുമായുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ചു. വെല്ലസ്ലി പ്രഭുവിന്റെ പിൻഗാമിയായി വന്ന താൽക്കാലിക ഗവർണർ ജനറൽ ജോർജ് ബാറോയാണ് ബ്രിട്ടീഷുകാർക്കുവേണ്ടി ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടത്. പേഷ്വാ പദവി എപ്പോഴാണ് നിർത്തലാക്കിയത്? മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധത്തിനു ശേഷം 1817 മുതൽ 1818 വരെ. 1817 മുതൽ 1818 വരെ കാലഘട്ടത്തിലെ മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധത്തിൽ മറാഠ ശക്തിയുടെ പതനത്തിനു ശേഷം പേഷ്വാ പദവി നിർത്തലാക്കി. ബ്രിട്ടീഷുകാർ മറാഠ കോൺഫെഡറസി പിരിച്ചുവിടുകയും ഇന്ത്യയിലെ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. സിഖ് മതത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഗുരു നാനാക്ക്. 15-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗുരു നാനാക്ക് സിഖ് മതത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ സിഖ് ഗുരുവുമായിരുന്നു. അദ്വൈതം, കർമ്മസിദ്ധാന്തം, സമത്വം എന്നിവയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ സിഖ് തത്വചിന്തയുടെ അടിസ്ഥാനം പാകി. ഗുരു നാനാക്ക് എവിടെ, എപ്പോഴാണ് ജനിച്ചത്? 1469-ൽ തൽവണ്ടിയിൽ, ഇപ്പോൾ പാകിസ്ഥാനിലെ നൻകാന സാഹിബ്. 1469-ൽ തൽവണ്ടിയിൽ ജനിച്ച ഗുരു നാനാക്ക് സിഖ് മതത്തിന്റെ ആത്മീയ നേതാവും സ്ഥാപകനുമായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലെ നൻകാന സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരു നാനാക്ക് അവതരിപ്പിച്ച 2 സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്?
സംഗത്, ധർമ്മശാല സമ്പ്രദായവും ലങ്കർ സമ്പ്രദായവും. ഗുരു നാനാക്ക് സമൂഹത്തിൽ സമത്വവും സഹവർത്തിത്വവും വളർത്തുന്നതിനായി സംഗത്, ഭക്തർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ലങ്കർ, സമൂഹ അടുക്കള എന്നീ സമ്പ്രദായങ്ങൾ അവതരിപ്പിച്ചു. ഇത് സിഖ് മതത്തിന്റെ സാമൂഹിക ഘടനയുടെ അവിഭാജ്യ ഘടകമായി മാറി. ഗുരു നാനാക്ക് എവിടെ, എപ്പോഴാണ് അന്തരിച്ചത്? 1539 കർത്താർപൂരിൽ. 1539 കർത്താർപൂരിൽ വെച്ച് ഗുരു നാനാക്ക് അന്തരിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര അദ്ദേഹത്തിന്റെ അവസാന നാളുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. സിഖുകാരുടെ രണ്ടാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു അംഗദ് ദേവ്. ഗുരു നാനാക്കിന് ശേഷം സിഖ് മതത്തിന്റെ രണ്ടാമത്തെ ഗുരുവായ ഗുരു അംഗദ് ദേവ് ഗുരുമുഖി ലിപിക്ക് ഒരു പുതിയ രൂപം നൽകുകയും അതിനെ നിലവിലുള്ള രൂപത്തിലേക്ക് വികസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ലങ്കർ സമ്പ്രദായം കൂടുതൽ ജനകീയമാക്കി. ഗുരു അംഗദ് ദേവിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ലഹ്ന. സിഖ് മതത്തിലെ രണ്ടാമത്തെ ഗുരുവായ ഗുരു അംഗദ് ദേവിന്റെ യഥാർത്ഥ പേര് ലഹ്ന എന്നായിരുന്നു. ഗുരു നാനാക്കിന്റെ ശിഷ്യനായിരുന്ന അദ്ദേഹം ഗുരുമുഖി ലിപിക്ക് രൂപം നൽകി. ഗുരുമുഖി ലിപി കണ്ടുപിടിച്ചത് ആരാണ്? ഗുരു അംഗദ് ദേവ്. സിഖ് മതത്തിലെ രണ്ടാമത്തെ ഗുരുവായ ഗുരു അംഗദ് ദേവാണ് ഗുരുമുഖി ലിപിക്ക് രൂപം നൽകിയത്. ഈ ലിപിയിലൂടെയാണ് സിഖ് മതഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബ് രചിക്കപ്പെട്ടിരിക്കുന്നത്. സിഖുകാരുടെ മൂന്നാമത്തെ ഗുരു ആരായിരുന്നു? അദ്ദേഹം എവിടെയാണ് തന്റെ ആസ്ഥാനം സ്ഥാപിച്ചത്? ഗുരു അമർദാസ്, ഗോയിന്ദ്വാളിൽ. സിഖ് മതത്തിലെ മൂന്നാമത്തെ ഗുരുവായ ഗുരു അമർദാസ് ഗോയിന്ദ്വാളിൽ തന്റെ ആസ്ഥാനം സ്ഥാപിച്ചു. മുഗൾ ചക്രവർത്തിയായ അക്ബർ ഇദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. ഗുരു അമർദാസിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മകൾ ബീബി ബാനിക്ക് ഭൂമി നൽകുകയും ചെയ്ത മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. സിഖ് ഗുരുവായ അമർദാസിന്റെ കാലത്ത് മുഗൾ ചക്രവർത്തി അക്ബർ ഗുരുവിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മകൾ ബീബി ബാനിക്ക് ഗോയിന്ദ്വാളിന് സമീപം ഭൂമി നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഭൂമിയിലാണ് അമൃത്സർ നഗരം സ്ഥാപിക്കപ്പെട്ടത്. സിഖുകാരുടെ നാലാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു രാംദാസ്. ഗുരു അമർദാസിന്റെ മകളുടെ ഭർത്താവും മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സമകാലികനുമായിരുന്നു ഗുരു രാംദാസ്. അമൃത്സർ നഗരത്തിന്റെ സ്ഥാപകനായി ഇദ്ദേഹം അറിയപ്പെടുന്നു. ഗുരു അമർദാസിന്റെ മരുമകനും അക്ബറിന്റെ സമകാലികനുമായിരുന്നത് ആരായിരുന്നു? ഗുരു രാംദാസ്. സിഖ് മതത്തിലെ നാലാമത്തെ ഗുരുവായ രാംദാസ് മൂന്നാമത്തെ ഗുരുവായ അമർദാസിന്റെ മരുമകനായിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബർ ഇദ്ദേഹത്തിന്റെ കാലത്ത് അമൃത്സറിന്റെ നിർമ്മാണത്തിനായി ഭൂമി അനുവദിച്ചു. അമൃത്സർ നഗരം സ്ഥാപിക്കുന്നതിനായി ഭൂമി അനുവദിച്ച മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. സിഖ് ഗുരുവായ രാംദാസിന്റെ കാലത്ത് മുഗൾ ചക്രവർത്തി അക്ബർ അമൃത്സർ നഗരം സ്ഥാപിക്കുന്നതിനായി ഭൂമി അനുവദിച്ചു. ഈ സ്ഥലത്താണ് പിന്നീട് ഹർമന്ദിർ സാഹിബ് സുവർണക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഗുരു നാനാക്കിന്റെ സമകാലികരായ മുഗൾ ചക്രവർത്തിമാർ ആരായിരുന്നു? ബാബറും ഹുമയൂണും. സിഖ് മതസ്ഥാപകനായ ഗുരു നാനാക്ക് ബാബറിന്റെയും ഹുമയൂണിന്റെയും ഭരണകാലത്താണ് ജീവിച്ചിരുന്നത്. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ബാബറും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഹുമയൂണും ഭരണം നടത്തി. സിഖ് ഗുരു പാരമ്പര്യമാക്കിയത് ഏത് ഗുരുവിന്റെ കാലത്താണ്? ഗുരു രാംദാസ്. സിഖ് മതത്തിലെ നാലാമത്തെ ഗുരുവായ ഗുരു രാംദാസ് തന്റെ പുത്രനായ അർജൻ ദേവിനെ പിൻഗാമിയായി നിയമിച്ചതിലൂടെ ഗുരുസ്ഥാനം പാരമ്പര്യമാക്കി. അതിനുമുമ്പ് ഏറ്റവും യോഗ്യനായ ശിഷ്യനെയാണ് ഗുരുക്കന്മാരായി തിരഞ്ഞെടുത്തിരുന്നത്. സിഖുകാരുടെ അഞ്ചാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു അർജൻ ദേവ്. സിഖ് മതത്തിലെ അഞ്ചാമത്തെ ഗുരുവായ ഗുരു അർജൻ ദേവ് ഹർമന്ദിർ സാഹിബ് സുവർണക്ഷേത്രം നിർമ്മിക്കുകയും ആദി ഗ്രന്ഥ് സമാഹരിക്കുകയും ചെയ്തു. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. അമൃത്സറിലെ ഹർമന്ദിർ സാഹിബ് സുവർണക്ഷേത്രം നിർമ്മിച്ചത് ആര്? ഗുരു അർജൻ ദേവ്. സിഖ് മതത്തിലെ അഞ്ചാമത്തെ ഗുരുവാണ് ഗുരു അർജൻ ദേവ്. അമൃത്സറിലെ ഹർമന്ദിർ സാഹിബിന്റെ നിർമ്മാണം അദ്ദേഹം ആരംഭിച്ചു. സിഖ് വിശ്വാസികൾക്ക് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ആദി ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആര്?
ഗുരു അർജൻ ദേവ്. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഗുരു അർജൻ ദേവാണ്. പിന്നീട് ഇത് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നറിയപ്പെട്ടു. സിഖ് മതവിശ്വാസികളുടെ ആത്മീയ മാർഗദർശിയാണ് ഈ ഗ്രന്ഥം. ഗുരു അർജൻ ദേവിനെ വധിക്കാൻ ഉത്തരവിട്ട മുഗൾ ചക്രവർത്തി ആര്? ജഹാംഗീർ. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ഉത്തരവനുസരിച്ചാണ് സിഖ് ഗുരുവായ അർജൻ ദേവ് രക്തസാക്ഷിത്വം വരിച്ചത്. ഇത് മുഗൾ സിഖ് ബന്ധത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. സിഖുകാരുടെ ആറാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു ഹർഗോവിന്ദ്. സിഖ് മതത്തിലെ ആറാമത്തെ ഗുരുവായ ഗുരു ഹർഗോവിന്ദ് തന്റെ പിതാവ് ഗുരു അർജൻ ദേവിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം സിഖ് സമൂഹത്തെ നയിച്ചു. അദ്ദേഹം സിഖ് സമൂഹത്തിൽ സൈനികാവബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സിഖുകാരിൽ സൈനിക മനോഭാവം വളർത്തുകയും ആയുധങ്ങൾ കൈവശം വെക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സിഖ് ഗുരു ആര്? ഗുരു ഹർഗോവിന്ദ്. ഗുരു ഹർഗോവിന്ദ് സിഖ് സമൂഹത്തെ മിരി, രാഷ്ട്രീയ അധികാരം, പിരി, ആത്മീയ അധികാരം എന്നീ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ശക്തിപ്പെടുത്തി. സിഖുകാരെ ആയുധങ്ങൾ ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി അവരെ സ്വയം പ്രതിരോധിക്കാൻ സജ്ജരാക്കുകയും ചെയ്തു. അകാൽ തഖ്ത് നിർമ്മിച്ചത് ആര്? ഗുരു ഹർഗോവിന്ദ്. അമൃത്സറിലെ സുവർണക്ഷേത്ര സമുച്ചയത്തിൽ അകാൽ തഖ്ത് നിർമ്മിച്ചത് ഗുരു ഹർഗോവിന്ദ് ആണ്. അകാൽ തഖ്ത് എന്നാൽ അനശ്വരന്റെ സിംഹാസനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് സിഖ് മതത്തിലെ പരമോന്നത ഭൗമിക അധികാരത്തിന്റെ ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. സിഖുകാരുടെ ഏഴാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു ഹർ റായ്. സിഖ് മതത്തിലെ ഏഴാമത്തെ ഗുരുവാണ് ഗുരു ഹർ റായ്. അദ്ദേഹം സിഖ് വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ധർമ്മസ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വസൂരി ബാധിച്ച് അന്തരിച്ച സിഖ് ഗുരു ആര്? ഗുരു ഹർകിഷൻ. സിഖ് മതത്തിലെ എട്ടാമത്തെ ഗുരുവായ ഗുരു ഹർകിഷൻ ബാലനായിരിക്കെ വസൂരി ബാധിച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മീയ കഴിവുകൾ കാരണം ബാലഗുരു എന്നറിയപ്പെടുന്നു. സിഖുകാരുടെ ഒൻപതാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു തേജ് ബഹാദൂർ. സിഖ് മതത്തിലെ ഒൻപതാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂർ മതസ്വാതന്ത്ര്യത്തിനുവേണ്ടി നിലകൊണ്ടു. കശ്മീരി പണ്ഡിറ്റുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം സ്വയം ബലിയർപ്പിച്ചു. ഗുരു തേജ് ബഹാദൂറിനെ വധിച്ച മുഗൾ ചക്രവർത്തി ആര്? ഔറംഗസേബ്. മതസ്വാതന്ത്ര്യത്തിനുവേണ്ടി നിലകൊണ്ട ഗുരു തേജ് ബഹാദൂറിനെ മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഉത്തരവനുസരിച്ച് വധിച്ചു. ഈ സംഭവം സിഖ് മതചരിത്രത്തിലെ ഒരു പ്രധാന രക്തസാക്ഷിത്വമായി കണക്കാക്കപ്പെടുന്നു. സിഖുകാരുടെ പത്താമത്തെയും അവസാനത്തെയും ഗുരു ആരായിരുന്നു? ഗുരു ഗോബിന്ദ് സിംഗ്. സിഖ് മതത്തിലെ പത്താമത്തെയും അവസാനത്തെയും ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് കൽസ പന്തിന്റെ സ്ഥാപകനാണ്. സിഖ് വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഏകീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഗുരു ഗോബിന്ദ് സിംഗ് എവിടെ, എപ്പോൾ ജനിച്ചു? 1666 ആഡിൽ പട്നയിൽ. സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് 1666 പട്നയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സിഖുകാർക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഗുരു ഗോബിന്ദ് സിംഗിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഗോബിന്ദ് റായ്. ഗുരു ഗോബിന്ദ് സിംഗിന്റെ യഥാർത്ഥ പേര് ഗോബിന്ദ് റായ് എന്നായിരുന്നു. സിംഗ് എന്നത് കൽസ പന്ത് സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വീകരിച്ച പേരാണ്. അതിനർത്ഥം സിംഹം എന്നാണ്. ആനന്ദ്പൂർ നഗരം സ്ഥാപിച്ചത് ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ് സ്ഥാപിച്ച ആനന്ദ്പൂർ സാഹിബ് സിഖുകാരുടെ ഒരു പ്രധാന പുണ്യനഗരമാണ്. കൽസ പന്ത് സ്ഥാപിച്ചതും ഇവിടെ വെച്ചാണ്. ഗുരു ഗോബിന്ദ് സിംഗിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ബിചിത്തർ നാടക്. ബിചിത്തർ നാടക് ഗുരു ഗോബിന്ദ് സിംഗിന്റെ ആത്മകഥയാണ്. ഇത് അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതാനുഭവങ്ങളെയും ആത്മീയ ചിന്തകളെയും പ്രതിപാദിക്കുന്നു. ഇത് ദസം ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. കൽസ പന്ത് സ്ഥാപിച്ചത് ആരാണ്, എപ്പോൾ? ഗുരു ഗോബിന്ദ് സിംഗ് 1699 ആഡിൽ ബൈസാഖി ദിനത്തിൽ. സിഖ് മതത്തിലെ യോദ്ധാക്കളുടെ സമൂഹമായ കൽസ പന്ത് ഗുരു ഗോബിന്ദ് സിംഗ് 1699 ബൈസാഖി ദിനത്തിൽ സ്ഥാപിച്ചു.
സിഖ് സമൂഹത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏത് സിഖ് ഗുരുവാണ് പുരുഷ അനുയായികളുടെ പേരിനൊപ്പം സിംഗ് ചേർക്കുന്നത് നിർബന്ധമാക്കിയത്? ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ് ഖൽസ പന്ത് സ്ഥാപിച്ചപ്പോൾ പുരുഷ അനുയായികൾക്ക് സിംഗ് സിംഹം എന്നും സ്ത്രീ അനുയായികൾക്ക് കൗർ രാജകുമാരി എന്നും പേരിനൊപ്പം ചേർക്കാൻ നിർബന്ധമാക്കി. ഇത് സമത്വത്തിന്റെയും ധീരയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഏത് സിഖ് ഗുരുവാണ് പാഹുൽ സമ്പ്രദായം അവതരിപ്പിച്ചത്? ഗുരു ഗോബിന്ദ് സിംഗ്. ഖൽസയിൽ ചേരുന്നതിനുള്ള ദീക്ഷാ ചടങ്ങാണ് പാഹുൽ സമ്പ്രദായം. ഗുരു ഗോബിന്ദ് സിംഗ് ഇത് അവതരിപ്പിച്ചു. ഇത് സിഖ് വിശ്വാസികളെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളവരും ധീരരുമാക്കാൻ സഹായിച്ചു. ഏത് സിഖ് ഗുരുവാണ് 5 കകൾ കേശ്, കങ്ക, കച്ചേര, കിർപാൻ, കര ധരിക്കുന്നത് നിർബന്ധമാക്കിയത്? ഗുരു ഗോബിന്ദ് സിംഗ്. ഖൽസയിലെ അംഗങ്ങൾ നിർബന്ധമായും ധരിക്കേണ്ട 5 ചിഹ്നങ്ങളാണ് 5 കകൾ. ഇവ ഗുരു ഗോബിന്ദ് സിംഗ് നിർബന്ധമാക്കിയവയാണ്. ഇവ സിഖ് വിശ്വാസിയുടെ ബാഹ്യരൂപവും പ്രതിബദ്ധതയും അടയാളപ്പെടുത്തുന്നു. ആദി ഗ്രന്ഥത്തിന് ഇപ്പോൾ ഗുരു ഗ്രന്ഥ് സാഹിബ് അന്തിമ രൂപം നൽകിയത് ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ്. സിഖ് മതത്തിലെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിന് ഗുരു ഗോബിന്ദ് സിംഗ് അന്തിമ രൂപം നൽകുകയും അതിനെ നിത്യജീവനുള്ള ഗുരുവായ ഗുരു ഗ്രന്ഥ് സാഹിബായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ്. ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ഫത്തേ സിംഗ്, സൊരാവർ സിംഗ് എന്നിവരെ വധിക്കാൻ ഉത്തരവിട്ടതാര്? സിർഹിന്ദിലെ മുഗൾ ഫൗജ്ദാർ ആയിരുന്ന വസീർ ഖാൻ. ഫത്തേ സിംഗിനെയും സൊരാവർ സിംഗിനെയും സിർഹിന്ദിലെ മുഗൾ ഫൗജ്ദാർ വസീർ ഖാൻ ജീവനോടെ ചുവരിൽ കെട്ടിപ്പടുത്തു വധിച്ചു. ഈ സംഭവം സിഖ് ചരിത്രത്തിലെ ഒരു പ്രധാന ദുരന്തമായി അടയാളപ്പെടുത്തുന്നു. ഇത് സിഖുകാരും മുഗളന്മാരും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. ഗുരു ഗോവിന്ദ് സിംഗ് എവിടെ വെച്ച് എന്ന് കൊല്ലപ്പെട്ടു? ദക്ഷിണേന്ത്യയിലെ നന്ദേദിൽ 1708 AD-യിൽ. സിഖ് ഗുരുക്കന്മാരിൽ 10ാമനും അവസാനത്തെ ഗുരുവുമായിരുന്ന ഗുരു ഗോവിന്ദ് സിംഗ് 1708-ൽ മഹാരാഷ്ട്രയിലെ നന്ദേദിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഖൽസ പന്തിന്റെ സ്ഥാപകൻ കൂടിയായ അദ്ദേഹത്തിന്റെ മരണം സിഖ് ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ബന്ദാ ബഹദൂറിന്റെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? ലക്ഷ്മണദേവ അഥവാ ലക്ഷ്മൺ ദാസ്. ഗുരു ഗോവിന്ദ് സിംഗിന്റെ അനുയായിയും സൈനിക നേതാവുമായിരുന്ന ബന്ദാ ബഹദൂറിന്റെ യഥാർത്ഥ പേര് ലക്ഷ്മൺ ദേവ എന്നായിരുന്നു. സന്യാസ ജീവിതം സ്വീകരിച്ചതിനുശേഷം മാധവ് ദാസ് എന്ന് അറിയപ്പെട്ട അദ്ദേഹം പിന്നീട് ഗുരു ഗോവിന്ദ് സിംഗിനാൽ ബന്ദാ ബഹദൂർ എന്ന പേര് സ്വീകരിച്ചു. ആദ്യത്തെ സിഖ് രാജ്യം സ്ഥാപിച്ചതാര്? ബന്ദാ ബഹദൂർ. ഗുരു ഗോവിന്ദ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചാബിലെ മുഗൾ ഭരണത്തിനെതിരെ ബന്ദാ ബഹദൂർ ഒരു വലിയ കലാപം നയിച്ചു. സിർഹിന്ദ് കീഴടക്കിയ ശേഷം അദ്ദേഹം ആദ്യത്തെ സ്വതന്ത്ര സിഖ് രാജ്യം സ്ഥാപിക്കുകയും സ്വന്തം ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഗുരു നാനാക്കിന്റെയും ഗുരു ഗോവിന്ദ് സിംഗിന്റെയും പേരുകളുള്ള നാണയങ്ങൾ പുറത്തിറക്കിയ സിഖ് നേതാവ് ആരാണ്? ബന്ദാ ബഹദൂർ. ബന്ദാ ബഹദൂർ സിഖ് രാജ്യത്തിന്റെ അധികാരം സ്ഥാപിച്ചതിന്റെ സൂചനയായി സ്വന്തം നാണയങ്ങൾ പുറത്തിറക്കി. ഈ നാണയങ്ങളിൽ ഗുരു നാനാക്കിന്റെയും ഗുരു ഗോവിന്ദ് സിംഗിന്റെയും പേരുകൾ കൊത്തിയിരുന്നു. ഇത് സിഖ് സമൂഹത്തിൽ അവരുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ആരുടെ ഭരണകാലത്താണ് ബന്ദാ ബഹദൂർ വധിക്കപ്പെട്ടത്? ഫറൂഖ് സിയാർ. മുഗൾ ചക്രവർത്തി ഫറൂഖ് സിയാറിന്റെ ഭരണകാലത്ത് 1716-ൽ ബന്ദാ ബഹദൂറിനെ പിടികൂടി ഡൽഹിയിൽ വെച്ച് വധിച്ചു. സിഖ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തിലെ ശക്തനായ ഒരു നേതാവിന്റെ അന്ത്യം കുറിച്ച ഈ സംഭവം മുഗൾ സിഖ് പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ബന്ദാ ബഹദൂറിന്റെ മരണശേഷം പഞ്ചാബിൽ സ്ഥാപിക്കപ്പെട്ട ചെറിയ സിഖ് രാജ്യങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മിസിലുകൾ, മിസിൽസ്. ബന്ദാ ബഹദൂറിന്റെ മരണശേഷം പഞ്ചാബിലെ സിഖുകാർ ചെറു സംഘങ്ങളായി സംഘടിച്ചു പ്രാദേശിക ഭരണം സ്ഥാപിച്ചു. ഈ സ്വതന്ത്ര ഭരണപ്രദേശങ്ങൾ മിസിലുകൾ എന്ന് അറിയപ്പെട്ടു. ഇവ പിന്നീട് സിഖ് സാമ്രാജ്യത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചു. അഹ്ലുവാലിയ മിസിൽ സ്ഥാപിച്ചതാര്? ജസ്സ സിംഗ്. സിഖ് മിസിലുകളിൽ ഏറ്റവും പ്രമുഖവും ശക്തവുമായിരുന്നു അഹ്ലുവാലിയ മിസിൽ. ഇതിന്റെ സ്ഥാപകൻ ജസ്സ സിംഗ് അഹ്ലുവാലിയ ആയിരുന്നു. അദ്ദേഹം ദൽ ഖൽസയുടെ നേതാവായും അറിയപ്പെട്ടിരുന്നു.
സുക്കർചാകിയ മിസിൽ സ്ഥാപിച്ചതാര്? ചരത് സിംഗ്. സുക്കർചാകിയ മിസിൽ സിഖ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, കാരണം ഈ മിസിലിൽ നിന്നാണ് മഹാരാജ രഞ്ജിത് സിംഗ് ഉദയം ചെയ്തത്. ചരത് സിംഗാണ് ഈ മിസിലിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സുക്കർചാകിയ മിസിൽ ശക്തി പ്രാപിച്ചു. ഫൈസുല്ലാബുരിയ മിസിൽ സ്ഥാപിച്ചതാര്? നവാബ് കപൂർ സിംഗ്. സിഖ് മിസിലുകളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഫൈസുല്ലാബുരിയ മിസിൽ സ്ഥാപിച്ചത് നവാബ് കപൂർ സിംഗാണ്. അദ്ദേഹം ദൽ ഖൽസയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും സിഖ് സമൂഹത്തിന്റെ ഐക്യത്തിനും പ്രതിരോധത്തിനും നിർണായക സംഭാവനകൾ നൽകുകയും ചെയ്തു. ഫുൽക്കിയാൻ മിസിൽ സ്ഥാപിച്ചത് ആര്? അല സിംഗ്. ഫുൽക്കിയാൻ മിസിൽ സിഖ് സാമ്രാജ്യത്തിന്റെ രൂപീകരണത്തിന് മുമ്പുണ്ടായിരുന്ന 12 സിഖ് മിസിലുകളിൽ ഒന്നായിരുന്നു. അല സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. പിന്നീട് പാട്യാല, നാബ, ജിന്ദ് തുടങ്ങിയ സിഖ് രാജ്യങ്ങൾ ഈ മിസിലിൽ നിന്നാണ് ഉടലെടുത്തത്. കൻഹേയ മിസിൽ സ്ഥാപിച്ചത് ആര്? ജയ് സിംഗ്. കൻഹേയ മിസിൽ പഞ്ചാബിലെ സിഖ് മിസിലുകളിൽ പ്രമുഖമായിരുന്നു. ഈ മിസിൽ സ്ഥാപിച്ചത് ജയ് സിംഗ് ആണ്. ഇത് പിന്നീട് രഞ്ജിത് സിംഗിന്റെ അധികാരത്തിലേക്കുള്ള വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ബങ്കി മിസിൽ സ്ഥാപിച്ചത് ആര്? ഹരി സിംഗ്. ബങ്കി മിസിൽ സിഖ് മിസിലുകളിൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു. ഇത് സ്ഥാപിച്ചത് ഹരി സിംഗ് ആണ്. അമൃത്സർ, ലാഹോർ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. രാംഗർഹിയ മിസിൽ സ്ഥാപിച്ചത് ആര്? ജസ്സ സിംഗ് രാംഗർഹിയ. രാംഗർഹിയ മിസിൽ പഞ്ചാബിലെ ഒരു പ്രധാന സിഖ് മിസിലായിരുന്നു. മിസിലിന്റെ സ്ഥാപകനായ ജസ്സ സിംഗ് രാംഗർഹിയ ഒരു പ്രമുഖ സൈനിക നേതാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മിസിൽ വലിയ ശക്തി പ്രാപിച്ചു. നഗായി മിസിൽ സ്ഥാപിച്ചത് ആര്? ഹീര സിംഗ്. നഗായി മിസിൽ സിഖ് മിസിലുകളിൽ ഒന്നായിരുന്നു. ഹീര സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. പിന്നീട് മഹാരാജ രഞ്ജിത് സിംഗിന്റെ അമ്മയുടെ വംശം ഈ മിസിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിഷാൻവാലി മിസിൽ സ്ഥാപിച്ചത് ആര്? സർദാർ സംഗത് സിംഗ്. നിഷാൻവാലി മിസിൽ സിഖ് മിസിലുകളിൽ ഒന്നായിരുന്നു. സർദാർ സംഗത് സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. അവർ സിഖ് സൈന്യത്തിന്റെ പതാകവാഹകരായി പ്രവർത്തിച്ചിരുന്നു. ഷാഹിദി മിസിൽ സ്ഥാപിച്ചത് ആര്? ഗുരുബഷ് സിംഗ്. ഷാഹിദി മിസിൽ, അകാൽ മിസിൽ എന്നും അറിയപ്പെടുന്നു, പഞ്ചാബിലെ ഒരു പ്രധാന സിഖ് മിസിലായിരുന്നു. ഗുരുബഷ് സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. നിഹാംഗ് സിഖുകാരുമായി ഇതിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കരോരാസിംഹിയ മിസിൽ സ്ഥാപിച്ചത് ആര്? ബഗേൽ സിംഗ്. കരോരാസിംഹിയ മിസിൽ സിഖ് മിസിലുകളിൽ ശക്തമായ ഒന്നായിരുന്നു. ബഗേൽ സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ പോലും ഇവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. ദലേവാലിയ മിസിൽ സ്ഥാപിച്ചത് ആര്? താരാ സിംഗ്. ദലേവാലിയ മിസിൽ പഞ്ചാബിലെ സിഖ് മിസിലുകളിൽ ഒന്നായിരുന്നു. താരാ സിംഗ് ആണ് ഈ മിസിൽ സ്ഥാപിച്ചത്. സത്ലജ് നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളിൽ ഇവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗ് എപ്പോഴാണ് ആരുടെ മകനായി ജനിച്ചത്? 1780 നവംബറിൽ സുക്കർചകിയ മിസിലിന്റെ തലവനായ മഹാസിംഗിന്റെ മകനായി. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു. സുക്കർചകിയ മിസിലിന്റെ നേതാവായ മഹാസിംഗിന്റെ മകനായി 1780 നവംബറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിഖ് മിസിലുകൾ ഏകീകരിക്കപ്പെടുകയും ശക്തമായ ഒരു സാമ്രാജ്യം രൂപപ്പെടുകയും ചെയ്തു. രഞ്ജിത് സിംഗിന് രാജ എന്ന പദവി നൽകിയ ഭരണാധികാരി ആരായിരുന്നു? കാബൂളിലെ ഭരണാധികാരിയായ ജാംഷാന. രഞ്ജിത് സിംഗിന് രാജ എന്ന പദവി നൽകിയത് കാബൂളിലെ ഭരണാധികാരിയായ ജാംഷാനയാണ്. 1799 ലാഹോർ പിടിച്ചടക്കിയ ശേഷം ഈ പദവി ലഭിച്ചു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. രഞ്ജിത് സിംഗ് ലാഹോറിന്റെ ഭരണാധികാരിയായി മാറിയത് എപ്പോഴാണ്? 1799. 1799 രഞ്ജിത് സിംഗ് ലാഹോർ പിടിച്ചടക്കി അതിന്റെ ഭരണാധികാരിയായി. ഈ സംഭവം സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. ചാൾസ് മെറ്റ്കാബും രഞ്ജിത് സിംഗും തമ്മിൽ അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1809 ഏപ്രിൽ 25.
ചാൾസ് മെറ്റ്കാബും രഞ്ജിത് സിംഗും തമ്മിൽ 1809 ഏപ്രിൽ 25 അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചു. സത്ലജ് നദി ഇരു പാർട്ടികളുടെയും അതിർത്തിയായി അംഗീകരിച്ചു. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും സിഖ് സാമ്രാജ്യവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. രഞ്ജിത് സിംഗിന്റെ രാജ്യത്തിലെ പ്രധാന 4 പ്രവിശ്യകൾ ഏതൊക്കെയായിരുന്നു? പെഷവാർ, കാശ്മീർ, മുൾട്ടാൻ, ലാഹോർ. രഞ്ജിത് സിംഗിന്റെ സിഖ് സാമ്രാജ്യത്തിലെ പ്രധാന 4 പ്രവിശ്യകൾ പെഷവാർ, കാശ്മീർ, മുൾട്ടാൻ, ലാഹോർ എന്നിവയായിരുന്നു. ഈ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ പ്രാധാന്യം വിളിച്ചോതുന്നു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്തായിരുന്നു? ലാഹോർ. മഹാരാജ രഞ്ജിത് സിംഗിന്റെ സിഖ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. 1799 അദ്ദേഹം ലാഹോർ പിടിച്ചടക്കുകയും പിന്നീട് അത് തന്റെ ഭരണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ വജ്രം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഷാ ഷുജ. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ വജ്രം ലഭിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ഷാ ഷുജായിൽ നിന്നാണ്. 1813 ഷാ ഷുജായ്ക്ക് അഭയം നൽകിയതിനു പകരമായിട്ടാണ് ഈ വജ്രം നൽകിയത്. മഹാരാജ രഞ്ജിത് സിംഗ് അന്തരിച്ചത് എന്നാണ്? 1839 ജൂൺ. സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗ് 1839 ജൂണിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം ക്രമേണ ദുർബലമാവുകയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷങ്ങൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഫക്കീർ അസിസുദ്ദീൻ. മഹാരാജ രഞ്ജിത് സിംഗിന്റെ വിദേശകാര്യമന്ത്രി ഫക്കീർ അസിസുദ്ദീൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യം സിഖ് സാമ്രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ സഹായിച്ചു. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് എന്നാണ്? 1845 മുതൽ 1846 വരെ. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1845 മുതൽ 1846 വരെ കാലഘട്ടത്തിലാണ്. ഈ യുദ്ധം സിഖ് സാമ്രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നതായിരുന്നു. ലാഹോർ ഉടമ്പടിയിലൂടെ ഇത് അവസാനിച്ചു. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് എന്നാണ്? 1848 മുതൽ 1849 വരെ. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1848 മുതൽ 1849 വരെ കാലഘട്ടത്തിലാണ്. ഈ യുദ്ധത്തിൽ സിഖുകാർ പരാജയപ്പെടുകയും പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതായിരുന്നു? ലാഹോർ ഉടമ്പടി, 1846 മാർച്ച് 9. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 മുതൽ 1846 വരെ കാലഘട്ടത്തിൽ നടന്നു. 1846 മാർച്ച് 9 ഒപ്പുവെച്ച ലാഹോർ ഉടമ്പടിയോടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. ഈ ഉടമ്പടി സിഖ് സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുകയും പഞ്ചാബിൽ ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. സിഖ് സംസ്ഥാനം പിടിച്ചടക്കിയതിന് ഉത്തരവാദിയായ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു 1848 മുതൽ 1856 വരെ ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രീൻ ഓഫ് ലാപ്സ് നടപ്പിലാക്കിയതിലൂടെയാണ് പ്രശസ്തനായത്. ഈ നയമുപയോഗിച്ച് പഞ്ചാബ്, സത്താര, നാഗ്പൂർ, ഝാൻസി തുടങ്ങിയ പല ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം 1849 ഡൽഹൌസി പ്രഭുവാണ് പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. പഞ്ചാബ് പിടിച്ചടക്കിയ ശേഷം വാർഷിക പെൻഷനോടെ ഇംഗ്ലണ്ടിലേക്ക് അയച്ച സിഖ് മഹാരാജാവ് ആരായിരുന്നു? മഹാരാജ ദലീപ് സിംഗ്. പഞ്ചാബ് ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്തതിനുശേഷം സിഖ് സാമ്രാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്ന ദലീപ് സിംഗിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും അവിടെ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം സിഖ് മതം സ്വീകരിക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇന്ത്യയിലേക്ക് മടങ്ങിവരാൻ ശ്രമിക്കുകയും ചെയ്തു. കോഹിനൂർ രത്നം വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിച്ചത് ആരാണ്? മഹാരാജ ദലീപ് സിംഗ്. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ ലാഹോർ ഉടമ്പടി പ്രകാരം കോഹിനൂർ രത്നം ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറാൻ മഹാരാജ ദലീപ് സിംഗ് നിർബന്ധിതനായി. ഈ രത്നം പിന്നീട് ബ്രിട്ടീഷ് കിരീടത്തിന്റെ ഭാഗമായി. സന്യാസി കലാപം എവിടെ, എപ്പോൾ നടന്നു? അതിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു?
1763 മുതൽ 1800 വരെ ബീഹാറിലും ബംഗാളിലും കേന്ദ്ര സർക്കാർ ബിർജി നാരായൺ എന്നിവർ നേതൃത്വം നൽകി. 1763 മുതൽ 1800 വരെ ബംഗാളിലും ബീഹാറിലും നടന്ന പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റമായിരുന്നു സന്യാസി കലാപം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും കർഷകരെയും സന്യാസിമാരെയും തീർത്ഥാടനത്തിൽ നിന്ന് വിലക്കിയതിനും എതിരെയുള്ള പ്രതികരണമായിരുന്നു ഇത്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവൽ ഈ കലാപത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ബംഗാളിലെ ഫക്കീർ കലാപത്തിന്റെ നേതാക്കൾ ആരായിരുന്നു? മജ്മുൻ ഷായും ചിരാഗ് അലിയും. ഫക്കീർ കലാപം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കലാപമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനും അവിടുത്തെ ജമീന്ദാർമാരുടെയും ചൂഷണങ്ങൾക്കുമെതിരെ സൂഫി ഫക്കീർമാരും കർഷകരും ചേർന്നാണ് ഈ കലാപം നയിച്ചത്. മജ്മുൻ ഷാ ആയിരുന്നു ആദ്യകാല നേതാവ്. അദ്ദേഹത്തിന്റെ മരണശേഷം ചിരാഗ് അലി നേതൃത്വം ഏറ്റെടുത്തു. ചൂവാർ കലാപം എവിടെയാണ് നടന്നത്? ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ബങ്കുര, ബംഗാൾ. ദുർജൻ സിംഗ് നേതൃത്വം നൽകി. ചൂവാർ കലാപം 1768-ലും പിന്നീട് 1798 മുതൽ 99 വരെ കാലഘട്ടങ്ങളിലുമായി ബംഗാളിലെ ബങ്കുര ജില്ലയിൽ നടന്ന ഒരു ഗോത്രവർഗ കലാപമായിരുന്നു. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ദുർജൻ സിംഗ് ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളിൽ കൈകടത്തിയതിലും വർദ്ധിച്ചുവരുന്ന നികുതികൾക്കും എതിരെ ചൂവാർ ഗോത്രവർഗക്കാർ പ്രതികരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ പോളിഗാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വീര പി. കട്ടബൊമ്മൻ. തമിഴ്നാട്ടിൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന പ്രധാനപ്പെട്ട കലാപമായിരുന്നു പോളിഗാർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ പാഞ്ചാലകുറിച്ചിയിലെ പോളിഗാർ നേതാവായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ നികുതി നയങ്ങൾക്കും ഭരണാധികാരത്തിനും എതിരായിരുന്നു ഈ കലാപം. ഭീൽ കലാപം പ്രധാനമായും എവിടെയാണ് നടന്നത്? പശ്ചിമഘട്ടം. ഭീൽ കലാപം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പശ്ചിമഘട്ട മേഖലയിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നടന്ന ഒരു ഗോത്രവർഗ കലാപമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ പരമ്പരാഗത വനാവകാശങ്ങൾ നിഷേധിച്ചതിലും സാമ്പത്തിക ചൂഷണങ്ങളിലും പ്രതിഷേധിച്ച് ഭീൽ സമൂഹം നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. പശ്ചിമഘട്ടത്തിലെ രാമോസി കലാപത്തിന്റെ നേതാക്കൾ ആരായിരുന്നു? ചിറ്റൂർ സിംഗും ഉമാജിയും. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൂനെക്ക് സമീപമുള്ള പശ്ചിമഘട്ട മേഖലയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കലാപമായിരുന്നു രാമോസി കലാപം. ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ പരമ്പരാഗത പോലീസ് ഡ്യൂട്ടികൾ നിർത്തലാക്കുകയും പുതിയ ഭൂനികുതി വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് രാമോസിമാർ കലാപം ആരംഭിച്ചു. ചിറ്റൂർ സിംഗും പിന്നീട് ഉമാജിയും ഇതിന് നേതൃത്വം നൽകി. ബംഗാളിലെ പകൽപന്തി കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? കരംഷായും ടിപ്പുവും. പകൽപന്തി കലാപം 1825-ൽ കരംഷായുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു അർദ്ധമതപരമായ പ്രസ്ഥാനമായിരുന്നു. ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും കരംഷായുടെ മകൻ ടിപ്പു ഈ പ്രക്ഷോഭം തുടർന്നു. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം. അസമിലെ അഹോം കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഗോമദർ കുൻവറും രൂപ് ചന്ദ്ര കോണറും. 1828-ൽ അസമിൽ നടന്ന അഹോം കലാപത്തിന് നേതൃത്വം നൽകിയത് ഗോമദർ കുൻവറും രൂപ് ചന്ദ്ര കോണറുമായിരുന്നു. ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധത്തിനുശേഷം ബ്രിട്ടീഷുകാർ അഹോം പ്രദേശം പൂർണ്ണമായും കൈവശപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിച്ച് പഴയ അഹോം രാജാവിനെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സയ്യിദ് അഹമ്മദ് ബറേൽവി. 19-ാം നൂറ്റാണ്ടിൽ സയ്യിദ് അഹമ്മദ് ബറേൽവിയാണ് ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇസ്ലാമിന്റെ തത്വങ്ങളെ ശുദ്ധീകരിക്കുക, സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും എതിർക്കുക എന്നിവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പിന്നീട് ഇത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലേക്കും വ്യാപിച്ചു. ഛോട്ടാനാഗ്പൂരിലെ കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ബുദ്ധു ഭഗത്. 1831 മുതൽ 32 വരെ കാലഘട്ടത്തിൽ ഛോട്ടാനാഗ്പൂർ മേഖലയിൽ നടന്ന കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത്തായിരുന്നു. ബ്രിട്ടീഷ് ഭരണവും പുറത്തുനിന്നുള്ള ജമീന്ദാർമാരും പലിശക്കാരും ആദിവാസികളെ ചൂഷണം ചെയ്തതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമായിരുന്നു ഇത്. പരമ്പരാഗത ആദിവാസി അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു കലാപത്തിന്റെ പ്രധാന ആവശ്യം.
കോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ചക്ര ബിസോയി. ഒഡീഷയിലെ കോണ്ട് ഗോത്രവർഗക്കാർ 1837 മുതൽ 1856 വരെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപമാണ് കോണ്ട് കലാപം. ബ്രിട്ടീഷുകാരുടെ നരബലി നിർത്തലാക്കാനുള്ള ശ്രമങ്ങളും പുതിയ നികുതികളും തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന് കോണ്ടുകൾ വിശ്വസിച്ചു. ചക്ര ബിസോയിയുടെ നേതൃത്വത്തിൽ അവർ ശക്തമായി ചെറുത്തുനിന്നു. മേഘാലയയിലെ കാസി കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? തിരുത്ത് സിംഗ്. 1829 മേഘാലയയിലെ കാസി ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ കലാപത്തിന് നേതൃത്വം നൽകിയത് തിരുത്ത് സിംഗ് ആയിരുന്നു. ബ്രഹ്മപുത്ര താഴ്വരയുമായി സിൽഹട്ടിനെ ബന്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ കാസി മേഖലയിലൂടെ ഒരു റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതാണ് കലാപത്തിന് പെട്ടെന്നുള്ള കാരണം. ഗോത്രവർഗ അവകാശങ്ങളും പരമാധികാരവും സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കലാപത്തിന്റെ ലക്ഷ്യം. ബംഗാളിലെ ഫറായിസി പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? ശരിയത്തുള്ളയും ദാദുമിറും. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഹാജി ശരിയത്തുള്ളയാണ് ഫറായിസി പ്രസ്ഥാനം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ദാദു മിർ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ഇസ്ലാമിന്റെ യഥാർത്ഥ തത്വങ്ങളിലേക്ക് തിരിച്ചുപോകാനും ജമീന്ദാർമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണങ്ങൾക്കെതിരെ കർഷകരെ സംഘടിപ്പിക്കാനും ഈ പ്രസ്ഥാനം ലക്ഷ്യമിട്ടു. ബംഗാളിലും ബീഹാറിലും നടന്ന സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? സിദ്ദുവും കൻഹുവും. 1855 മുതൽ 56 വരെ കാലഘട്ടത്തിൽ ബംഗാൾ, ബീഹാർ മേഖലകളിൽ സന്താൾ ഗോത്രവർഗക്കാർ നടത്തിയ മഹത്തായ കലാപത്തിന് സിദ്ദുവും കൻഹുവും നേതൃത്വം നൽകി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയും ജമീന്ദാർമാരുടെയും പലിശക്കാരുടെയും ചൂഷണത്തിനെതിരെയായിരുന്നു ഈ കലാപം. സ്വന്തം ഭൂമിക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഈ സമരം ഒരു സ്വയംഭരണ പ്രദേശം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടു. ബീഹാറിലെ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ബിർസ മുണ്ട. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 1899 മുതൽ 1900 വരെ ബീഹാറിലെ ഛോട്ടാനാഗ്പൂർ മേഖലയിൽ നടന്ന മുണ്ട കലാപത്തിന് ബിർസ മുണ്ടയാണ് നേതൃത്വം നൽകിയത്. ഉൽഗുലാൻ എന്നറിയപ്പെടുന്ന ഈ കലാപം ബ്രിട്ടീഷ് ഭരണത്തിനും ജമീന്ദാർമാരുടെയും മിഷണറിമാരുടെയും ചൂഷണങ്ങൾക്കുമെതിരെയായിരുന്നു. ആദിവാസി ഭൂമി അവകാശങ്ങൾ തിരിച്ചുപിടിക്കുകയും മുണ്ട് രാജ് സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ബിർസ മുണ്ടയുടെ ലക്ഷ്യം. ഒഡീഷയിലെ പൈക കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ബഷി ജഗബന്ധു. 1817 ഒഡീഷയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന പൈക കലാപത്തിന് ബഷി ജഗബന്ധു വിദ്യാധരൻ മഹോപാത്ര ഭ്രമർബർ റായി നേതൃത്വം നൽകി. പൈകകൾ എന്നത് ഒഡീഷയിലെ പരമ്പരാഗത സൈനിക വിഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നികുതി വായനങ്ങളും പൈകകളുടെ ഭൂമി പിടിച്ചെടുക്കലും ഈ കലാപത്തിന് വഴിയൊരുക്കി. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ നടന്ന ആദ്യകാല സായുധ പോരാട്ടങ്ങളിൽ ഒന്നാണ്. ബംഗാളിലെ നീലം കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ്. നീലം കലാപം 1859 മുതൽ 60 വരെ കാലഘട്ടത്തിൽ ബംഗാളിൽ നീലം കർഷകർ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ നടത്തിയ ഒരു പ്രധാന കലാപമായിരുന്നു. നീലം കർഷകരുടെ ദുരിതങ്ങളും അവരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടവും ഈ കലാപത്തിന് വഴിയൊരുക്കി. ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ബംഗാളിലെ പബ്ന കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഈശാൻ ചന്ദ്ര റായിയും ശംഭുപാൽ. പബ്ന കലാപം 1873 മുതൽ 1876 വരെ കാലഘട്ടത്തിൽ ബംഗാളിൽ നടന്ന ഒരു കർഷക പ്രക്ഷോഭമായിരുന്നു. ജന്മിമാരുടെ ചൂഷണങ്ങൾക്കും അന്യായമായ നികുതി വർധനവിനും എതിരെ കർഷകർ നടത്തിയ ഈ കലാപത്തിന് ഈശാൻ ചന്ദ്ര റായിയും ശംഭുപാലും നേതൃത്വം നൽകി. ഡെക്കാൻ കലാപം നടന്നത് എന്നാണ്? 1875. 1875 മഹാരാഷ്ട്രയിലെ പൂന, അഹമ്മദ്നഗർ ജില്ലകളിലായി നടന്ന ഒരു കർഷക കലാപമായിരുന്നു ഡെക്കാൻ കലാപം. പണമിടപാടുകാരുടെ ചൂഷണങ്ങൾക്കും ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉയർന്ന നികുതി നയങ്ങൾക്കും എതിരെയായിരുന്നു ഈ കലാപം. കേരളത്തിലെ മലബാറിൽ നടന്ന മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആലി മുസ്ലിയാർ. 1921 മലബാറിൽ നടന്ന മാപ്പിള കലാപം ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വ ചൂഷണത്തിനും എതിരെ നടന്ന ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു. ആലി മുസ്ലിയാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. മലബാർ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. പഞ്ചാബിൽ കൂക പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്?
ഭഗത് ജവഹർ മാൽ. 1840കളിൽ ഭഗത് ജവഹർ മാൽ, സിയാൻ സാഹിബ് ആണ് കൂക പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ തുടക്കമിട്ടത്. സിഖ് മതത്തിലെ പരിഷ്കരണത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനും ഈ പ്രസ്ഥാനം പ്രാധാന്യം നൽകി. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ രേഖ ഏതാണ്? ഡിസംബർ 21 അതുമായി ബന്ധപ്പെട്ട ആകാശ പ്രതിഭാസം എന്താണ്? മകരരേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഡിസംബർ 21 സൂര്യൻ മകരരേഖയ്ക്ക് നേരെ മുകളിലൂടെ പ്രകാശിക്കുന്നു. ഇത് ശൈത്യകാല അയനാന്തം, വിന്റർ സോൾസ്റ്റിസ്, അടയാളപ്പെടുത്തുന്നു. ഇത് പലപ്പോഴും ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയായി കണക്കാക്കപ്പെടുന്നു. മകരരേഖ, ഭൂമധ്യരേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖയാണ്. ഡിസംബർ 21 സൂര്യൻ ഈ രേഖയ്ക്ക് ലംബമായി പ്രകാശിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാല അയനാന്തം അനുഭവപ്പെടുന്നു. ഇത് ആ അർദ്ധഗോളത്തിലെ ഏറ്റവും കുറഞ്ഞ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അടയാളപ്പെടുത്തുന്നു. ഡിസംബർ 21 ആകാശ പ്രതിഭാസങ്ങളുടെ കാര്യത്തിൽ എന്തായി അറിയപ്പെടുന്നു? ശൈത്യകാല അയനാന്തം, വിന്റർ സോൾസ്റ്റിസ്. ഡിസംബർ 21 ശൈത്യകാല അയനാന്തം എന്നറിയപ്പെടുന്നു. ഈ ദിവസം സൂര്യൻ മകരരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കും. ഇത് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും കുറഞ്ഞ പകലിനും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിക്കും കാരണമാകുന്നു. ഒരു ആകാശഗോളത്തിന്റെ പ്രകാശം മറ്റൊരു ആകാശഗോളം മറക്കുമ്പോൾ സംഭവിക്കുന്ന ജ്യോതിശാസ്ത്രപരമായ പ്രതിഭാസം എന്താണ്? ഗ്രഹണം, അക്ലെപ്സ്. ഒരു ആകാശഗോളത്തിന്റെ പ്രകാശത്തെ മറ്റൊരു ആകാശഗോളം തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഗ്രഹണം. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിങ്ങനെ ഗ്രഹണങ്ങൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ നേരിട്ട് സ്ഥാനം പിടിക്കുമ്പോൾ ഏതുതരം ഗ്രഹണം സംഭവിക്കുന്നു? ചന്ദ്രഗ്രഹണം, ലൂണർ എക്ലിപ്സ്. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ വരുമ്പോൾ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കാതെ വരുന്നു. ഇതാണ് ചന്ദ്രഗ്രഹണം. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൽ ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ മറയുന്നു. ഭാഗിക ചന്ദ്രഗ്രഹണത്തിൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ് മറയുന്നത്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുമ്പോൾ ഏതുതരം ഗ്രഹണം സംഭവിക്കുന്നു? സൂര്യഗ്രഹണം, സോളർ എക്ലിപ്സ്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്നതുകൊണ്ട് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താതെ വരുന്നത് സൂര്യഗ്രഹണത്തിന് കാരണമാകുന്നു. ഈ സമയത്ത് ചന്ദ്രൻ സൂര്യനെ മറക്കുകയും ഭൂമിയിൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുന്നു. ഇത് ഭാഗികമോ പൂർണ്ണമോ വലയാകാരമോ ആകാം. ഒന്നാം വട്ടമേശ സമ്മേളനം എപ്പോൾ, എവിടെ വെച്ചാണ് നടന്നത്? ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെ ലണ്ടനിൽ വെച്ച് നടന്നു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യയുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്തുവെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം കാരണം ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം എപ്പോഴാണ് നടന്നത്? കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആരാണ് പങ്കെടുത്തത്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 7 മുതൽ 1931 ഡിസംബർ 1 വരെ നടന്നു. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധി-ഇർവിൻ ഉടമ്പടിയുടെ ഫലമായി മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നിരുന്നാലും ന്യൂനപക്ഷ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രത്യേക മണ്ഡലങ്ങളെക്കുറിച്ചുമുള്ള തർക്കങ്ങൾ കാരണം സമ്മേളനം ഫലപ്രദമായിരുന്നില്ല. ഏത് കപ്പലിലാണ് മഹാത്മാഗാന്ധി രണ്ടാം വട്ടമേശ സമ്മേളനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തത്? മഹാത്മാഗാന്ധി SS രജപുത്താന എന്ന കപ്പലിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മഹാത്മാഗാന്ധി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്ത കപ്പലാണ് SS രജപുത്താന. ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി മാത്രമാണ് പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? സാമുദായിക പ്രാതിനിധ്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വിവിധ സമുദായങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു.
മഹാത്മാഗാന്ധി ഇതിനെ ശക്തമായി എതിർത്തതിനാലും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ കഴിയാതിരുന്നതിനാലും സമ്മേളനം പരാജയപ്പെട്ടു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിനുശേഷം മഹാത്മാഗാന്ധി എപ്പോഴാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത്? 1932 ജനുവരി 3-നാണ് മഹാത്മാഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതിനെ തുടർന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നാണ്? മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നവംബർ 17 മുതൽ 1932 ഡിസംബർ 24 വരെ നടന്നു. മൂന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വെച്ചാണ് നടന്നത്. ആദ്യത്തെ 2 സമ്മേളനങ്ങളിലെ ചർച്ചകളുടെ തുടർച്ചയായി ഇന്ത്യക്ക് ഒരു പുതിയ ഭരണഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇത് സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജെയിംസ് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി. ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാവായിരുന്ന റാംസെ മക്ഡൊണാൾഡ് 1929 മുതൽ 1931 വരെയും പിന്നീട് 1931 മുതൽ 1935 വരെയും പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചുചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾക്ക് അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അസ്പൃശ്യരെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു? 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഡോക്ടർ ഭീംറാവു അംബേദ്കർ അസ്പൃശ്യരെ, ദളിതരെ പ്രതിനിധീകരിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ദളിത് വിഭാഗത്തിന്റെ അവകാശങ്ങൾക്കായി ശക്തമായി വാദിച്ചു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ദളിതർക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ആവശ്യപ്പെട്ട അദ്ദേഹം സാമൂഹിക സമത്വത്തിനായി അക്ഷീണം പ്രവർത്തിച്ചു. സാമുദായിക അവാർഡ് എപ്പോഴാണ് ആര് പ്രഖ്യാപിച്ചത്? ദളിത് വിഭാഗത്തെക്കുറിച്ചുള്ള അതിന്റെ പ്രധാന വ്യവസ്ഥ എന്തായിരുന്നു? 1932 ഓഗസ്റ്റ് 16-ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡാണ് സാമുദായിക അവാർഡ് പ്രഖ്യാപിച്ചത്. ഇത് ദളിത് വിഭാഗത്തെ ഒരു ന്യൂനപക്ഷമായി കണക്കാക്കുകയും അവരെ ഹിന്ദുക്കളിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. ദളിതർക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള സാമുദായിക അവാർഡ് സാമൂഹിക വിഭജനത്തിന് കാരണമാകുമെന്ന് മഹാത്മാഗാന്ധി ഭയപ്പെട്ടു. ഇത് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം വാദിച്ചു. സാമുദായിക അവാർഡിനെതിരെ മഹാത്മാഗാന്ധി എവിടെ, എപ്പോൾ നിരാഹാര സമരം ആരംഭിച്ചു? 1932 സെപ്റ്റംബർ 20-ന് പൂനെയിലെ, ഇപ്പോൾ പുണെ, യർവാഡ ജയിലിൽ വെച്ചാണ് മഹാത്മാഗാന്ധി സാമുദായിക അവാർഡിനെതിരെ നിരാഹാര സമരം ആരംഭിച്ചത്. ദളിതരെ ഹിന്ദുക്കളിൽ നിന്ന് വേർപെടുത്താനുള്ള സാമുദായിക അവാർഡ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു. ഇത് ഒരു വലിയ ദേശീയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ഒടുവിൽ പൂന ഉടമ്പടിയിൽ കലാശിക്കുകയും ചെയ്തു. പൂന ഉടമ്പടി എന്തായിരുന്നു? അത് എപ്പോഴാണ് ഒപ്പിട്ടത്? ദളിത് പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള അതിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? 1932 സെപ്റ്റംബർ 24-ന് ഒപ്പുവെച്ച പൂന ഉടമ്പടി മദൻ മോഹൻ മാളവ്യ, ഗാന്ധിജിക്കു വേണ്ടി ഡോക്ടർ അംബേദ്കറും തമ്മിലുള്ള ഒരു കരാറായിരുന്നു. ഇത് ദളിതർക്കുള്ള പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ റദ്ദാക്കുകയും പ്രവിശ്യ നിയമസഭകളിൽ അവരുടെ സംവരണ സീറ്റുകൾ 71-ൽ നിന്ന് 148 ആയി വർദ്ധിപ്പിക്കുകയും കേന്ദ്ര നിയമസഭയിൽ 18% വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ നിരാഹാര സമരത്തെ തുടർന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കറുമായി ഉണ്ടാക്കിയ ഈ ഉടമ്പടി ദളിതർക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഒഴിവാക്കി. പകരം സംവരണ സീറ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത് ദളിതരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സഹായിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം മഹാത്മാഗാന്ധി എപ്പോഴാണ് പൂർണ്ണമായി പിൻവലിച്ചത്? 1934 ഏപ്രിൽ 7-നാണ് മഹാത്മാഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായി പിൻവലിച്ചത്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1932-ൽ പുനരാരംഭിച്ചെങ്കിലും ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിച്ചമർത്തലും ജനങ്ങളുടെ ക്ഷീണവും കാരണം അതിന്റെ തീവ്രത കുറഞ്ഞു. ഒടുവിൽ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നതിനായി ഗാന്ധിജി ഇത് ഔദ്യോഗികമായി പിൻവലിച്ചു. അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ അസോസിയേഷൻ ഏതു വർഷം ആരംഭിച്ചു? മഹാത്മാഗാന്ധി 1934-ൽ അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ അസോസിയേഷൻ ആരംഭിച്ചു.
അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ അസോസിയേഷൻ മഹാത്മാഗാന്ധി 1934 സ്ഥാപിച്ചു. ഗ്രാമീണ സ്വാശ്രയത്വവും സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും ലക്ഷ്യമിട്ടാണ് ഇത് ആരംഭിച്ചത്. ഗാന്ധിയൻ സാമ്പത്തിക തത്വങ്ങളുടെ ഭാഗമായിരുന്നു ഈ സംരംഭം.